നമ്മൾ മർമ്മത്തടിക്കണം. കേരള രാഷ്ട്രീയത്തിൽ മർമ്മത്തടിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം വരേണ്ടിയിരിക്കുന്നു. പറയേണ്ട സമയത്ത് പറയണ്ടേ അല്ലേ? ഈ ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ യാക്കോബായ സഭ എല്ലാം നോക്കിയിട്ടല്ലേ? പിന്നെ താങ്കളുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോവാണ്. എൻ്റെ മനസ്സ് പറയുന്നു. എല്ലാവരെയും സ്വീകരിക്കാൻ ഹിന്ദുത്വത്തിനെ പറ്റൂ. അതിനൊരു മതമാക്കി എടുക്കരുത്. അതൊരു കൾച്ചറാണ്. എങ്ങനെയുണ്ട് പൊതുവിൽ ഒരു വിലയിരുത്തൽ? BJP കുതിച്ചു കയറും ഈ തെരഞ്ഞെടുപ്പിൽ. ഇന്നലെ വരെ ഉണ്ടായിരുന്ന കപട മതേതരത്വ വ്യാജ രാഷ്ട്രീയത്തിനപ്പുറത്തൊരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അരങ്ങേറ്റം. എൻ്റെ വൈഫ് വിളിച്ചു പറഞ്ഞു, വ്യാഴാഴ്ചയാണ് ഭഗവാന്റെ അവിടെ ഒരു കദളിക്കൊല സമർപ്പിക്കണം. ഒരു കദളിക്കൊലയായിട്ട് പോവാം. അപ്പോൾ ഒരു മീഡിയ തടഞ്ഞു, ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ എടുക്കണം. ഞാൻ പറഞ്ഞു, ഭഗവാനെ ഇതൊന്നും കൊണ്ടുവച്ചിട്ട് ഇൻ്റർവ്യൂ എടുക്കാം. അതാ പറ്റില്ല, ഞങ്ങൾക്ക് ഈ കദളിക്കൊലയും കൊണ്ട് പോകുമ്പോൾ ഒരു ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞു, ചോദിച്ചോ. അല്ല, ഇത് കൃഷ്ണന് കൊടുക്കാനുള്ള കൈക്കൂലിയാണ്. അത് കദളിക്കൊലേ ഒരു ഹിന്ദു കളക്ടർ നടന്ന K. കരുണാകരൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ K. കരുണാകരൻ അത് പറയാൻ പറ്റുമോ? കരുണാകരൻ്റെ സന്തതി മുരളീധരൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമസ്തേ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണനാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മറുപടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു ഡോർമിറ്ററി അല്ലേ? അത് മാത്രമല്ലേ ഉള്ളൂ? അയ്യോ, ആ ഡോർമിറ്ററി അതും സ്വന്തമാക്കാൻ ശ്രമിച്ചല്ലോ. അല്ലെന്ന്. ആ ഡോർമിറ്ററിയുടെ കാര്യം രസമാണ്. ഡോർമിറ്ററിയിൽ 10 രൂപ കൊടുത്താൽ കുളിക്കാം, 20 രൂപ കൊടുത്താൽ നമുക്ക് അവിടെ താമസിക്കാം. മുഴുവൻ അടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണാക്കിയിരിക്കുക. അവിടെ ഡോർമെറ്ററിയിൽ നിങ്ങൾ ചെന്ന് നോക്കിക്കോ, കുളിക്കാനും പറ്റില്ല, വെള്ളവും ഇല്ല. കാരണം ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റാന്നേ പലരുമായിട്ടും. ഇനി ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അവിടെ ഭക്ഷണം കഴിക്കാൻ ഒരു സ്ത്രീ എൻ്റെ മുമ്പിലേക്ക് വരിക. സാറേ നമസ്തേ. ഞാൻ പറഞ്ഞ നമസ്കാരം. സാറേ എനിക്കൊരു സങ്കടം പറയാനുണ്ട്. ഞാൻ പറഞ്ഞാൽ പറയേ. സാർ ഈ വീഡിയോ ഒന്ന് കാണും. വീഡിയോ കാണിക്കാൻ. ഞാൻ പറഞ്ഞു, എവിടുന്ന? ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ക്ഷേത്രവുമായി ചേർന്ന് സ്ത്രീകൾക്കൊക്കെ ബാത്റൂം സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വെള്ളമില്ല, വൃത്തിഹീനം, അവിടെ വൃത്തികേടായി കിടക്കുക, വാതിലിന് കൊളുത്തില്ല. കംഫർട്ട് സ്റ്റേഷൻ എന്ന പേര്, ഒരു കംഫർട്ടും ഇല്ല. അപ്പോൾ ഈ സ്ത്രീ എന്നെ കാണിക്കുക, സാർ ഇതൊക്കെ പറയണം സാർ, അങ്ങ് മാത്രമാണ് ഇത് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്താവന്മാരുടെ പരിപാടി? ഇവർക്ക് ഈ ഗുരുവായൂരിൽ, ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ഈ ഗുരുവായൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് എന്താ പരിപാടി? അപ്പോൾ ഒന്നുകിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. നശിപ്പിക്കുക അത്ര തന്നെ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഇവർക്കൊരു ഹിഡൻ അജണ്ടയുണ്ട്. ആ ഹിഡൻ അജണ്ട ഈ ഇടതുപക്ഷവും വലതുപക്ഷവും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് മറ്റാരുടെയോ താല്പര്യപ്രകാരമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആരുടെയോ ഒരു താല്പര്യപ്രകാരമാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു 50 കൊല്ലമായിട്ട്? അപ്പോൾ ഈ 50 കൊല്ലത്തെ കുത്തക അത് തകർക്കണം. അത് തകർക്കുക എന്നുള്ളതൊരു കൃത്യമായ ലക്ഷ്യമാണ്. അങ്ങനെ പാടില്ലെന്നേ. ഇവർ പറയുന്ന മതേതരമാണെങ്കിൽ മതേതരം കാണിക്കണ്ടേ? പിന്നെ മലപ്പുറത്തേക്ക് പോയാൽ 18 സംവരണം വെച്ച് ബാക്കി 17 മുസ്ലിം സ്ഥാനാർത്ഥികളാണ്. അവർക്കൊരു വിഷമമില്ല. ഇവിടെ ഇങ്ങനെ വരുന്നത് ഇതിന് പകരമായിട്ട് അവർ പറയുന്നത്, ഞങ്ങൾ പൊന്നാനിയെ വെച്ചു, ഞങ്ങൾ അവിടെ വെച്ചു. പൊന്നാനി അല്ലല്ലോ ഗുരുവായൂർ. ഗുരുവായൂരിൻ്റെ ബേസ് എന്താ? ഇനി ഞാൻ പറഞ്ഞ ഇതൊക്കെ വെളിയിൽ വരണം. ഈ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രാമച്ചൻ കൃഷി എവിടെയാണ്? ഗുരുവായൂരാണ്. ആർക്കും അറിയില്ല. രാമച്ചൻ കൃഷി ഇപ്പം നാമാവിശേഷമായി. എന്താ കാരണം? രാമച്ചൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. മനസ്സിലായില്ലേ? ഭൂമി ലീസിനെടുത്തിട്ടാണ് രാമച്ചൻ കൃഷി ചെയ്യുന്നത്. ആരുടെ കയ്യിൽ നിന്നാണ് ലീസിനെടുക്കുന്നതെന്നുള്ളത് ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇത് രാമച്ചൻ അങ്ങോട്ട് ലീസിന് ഭൂമി എടുത്ത് പൈസ കൊടുത്ത് രാമച്ചൻ അങ്ങനെ റെഡിയായിട്ട് വിളവെടുക്കുന്ന സമയം ഇത് കത്തിക്കും, കത്തിച്ച് കളയും. ആരെ കത്തിക്കുന്നത് ഒരു പിടുത്തമില്ല. പോലീസിന് നിങ്ങൾ പല പ്രാവശ്യം പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു, കത്തിച്ച് കത്തിക്കുന്നത് ആരാന്ന് കൃത്യമായി കൃഷിക്കാർക്കറിയാം. പക്ഷെ അവർക്ക് മിണ്ടാൻ അവകാശമില്ല. തന്ത്രി ചേനാസ് പോലും ആരുടെ തടവറയില്ല. ഞാനത് പറഞ്ഞാൽ അത് കൂടിപ്പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. അപ്പം സർവ്വമേഖലയിലും
പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഗുരുവായൂരാണ് തീവ്രവാദികൾ ആ 7 പേരെ കൊന്നത്. കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ 7 പേരെ തീവ്രവാദികൾ കൊന്ന ഒരേ ഒരു സ്ഥലം ഗുരുവായൂരാണ്. വേറെ എവിടെയാണ്? നമ്മൾ ഈ ആംഗിൾ ചിന്തിക്കണം. ഈ ആംഗിൾ ചിന്തിക്കുമ്പോഴാണ് ഗുരുതരമായ വളരെ ഗൗരവമായ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് ഗുരുവായൂർ ക്ഷേത്രം. ഇതൊന്നും ഈ സാധാരണ ഭഗവാന്റെ മുമ്പിലേക്ക് പോകുന്ന ആളുകൾ, ഭഗവാനെ പ്രാർത്ഥിച്ചു വരുന്നവർക്ക് അറിയില്ല. ഇപ്പം ഞാൻ ഈ 50 വർഷത്തെ ഹിന്ദു MLA ഈ പോയിൻ്റ് ഞാൻ മുന്നോട്ട് വെച്ചപ്പം ഇതറിയാത്ത ആളുകൾ ആയിരക്കണക്കിന് ആൾക്കാർ, 10,000-കണക്കിന് ആൾക്കാരാണ്. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഉണ്ണിമൂന്നനാണ്, സിനിമാ നടൻ. അയാൾ അവിടെ വന്നിട്ട് നമ്മുടെ ഒരു BJP പ്രവർത്തകനോട് പറഞ്ഞു, ഗോപാലകൃഷ്ണന് പറഞ്ഞത് ശരിയാണ്, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, ബാക്കി ഞാൻ പറയുന്നില്ലല്ലോ. വന്ന് തൊഴുതിട്ട് പോകുന്നതല്ലാതെ എല്ലാവരും വരുന്ന തൊഴുത് അവനവൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞ്, ഗുരുവായൂരപ്പൻ്റെ കാര്യം ചോദിക്കില്ല, വീട്ടിലെ കാര്യമൊക്കെ പറഞ്ഞ് പോരും. ഇനി ഞാൻ അതിൽ തന്നെ ഒരു പോയിൻ്റ് ചോദിക്കട്ടെ. 8 മണിക്കൂർ 9 മണിക്കൂർ 10 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഗുരുവായൂരപ്പനെ കാണുന്നത്. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി വേണ്ട, ഒരു ഗ്ലാസ് ചായ വേണ്ട, ഒരു മാന്യമായ പെരുമാറ്റം ഈ ഭക്തരോടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവർ ഈ ക്യൂ നിന്ന് ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ 1 മിനിറ്റ് നേരം ഭഗവാനെ തൊഴാൻ സൗകര്യമില്ല, തള്ളാണ്, മതി പോവുക. ഇങ്ങനെ അല്ലാന്നേ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന ഭക്തരുടെ എടുക്കേണ്ട സമീപനം അതല്ല. വേറൊരു തലത്തിൽ അതിനെ കാണണം. അല്ല, ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ സ്ഥാനാർത്ഥിയായി ഇത്രയും 23 ദിവസം അല്ലേ അവിടെ പ്രചരണം നടത്തി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നത്, നമ്മുടെ പ്രധാനമന്ത്രിക്ക് തന്നെ ഒരു റിപ്പോർട്ട് കൊടുക്കണം. നിങ്ങളുടെ നേരിട്ടുള്ള അനുഭവം. ഞാൻ പ്രധാനമന്ത്രിക്ക് ഞാൻ ഒരു പ്രത്യേക കാര്യം കൂടി പറയാൻ പോകുന്നുണ്ട്. കാരണം അനിൽ, 10,000-കണക്കിന് ആളുകൾ വരുന്നു ക്ഷേത്രത്തിൽ, ആനകൾ ഉണ്ട്, തിക്കും തിരക്കും എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ഒരു 20 ദിവസം മുമ്പ് ഒരാൾക്ക് ദേഹാസ്വസ്ഥണ്ടായി, അയാൾ തല ഇറങ്ങി വീണു ആ തിക്കും തിരക്കണിൽ. ഇയാളെ എവിടേക്കാണ് കൊണ്ടുപോവുക? ഇയാളെ കൊണ്ടുപോകുന്നത് തൃശ്ശൂർക്കാണ്, 25 കിലോമീറ്റർ അപ്പുറത്ത്. ഗുരുവായൂരിനൊരു ആശുപത്രി വേണ്ടേ? ഞാൻ പറഞ്ഞ ഒരു ഗുരുവായൂരിപ്പം മെഡിക്കൽ കോളേജ് തന്നെ വേണം, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സെൻറ്റർ വേണം. ഈ ആളെയും കൊണ്ട് 25 കിലോമീറ്റർ അപ്പുറത്താണ് പോണേ. ഒരു ആനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായാലും ആന ഇവിടെയുണ്ട്, എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായി എവിടെ കൊണ്ടുപോകും? നാട്ടിലെ ജനങ്ങൾ വരുന്ന വാഹനങ്ങളും അത് വരുന്നല്ലോ, ഒരു ചെറിയ പ്രശ്നമുണ്ട്, എവിടെ കൊണ്ടുപോകും? ഗുരുവായൂർ ദേവസ്വത്തിന് ഒരു ദിവസം 250 കോടി മറ്റുമാണ്, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ളതാണ്, ഏറ്റവും കൂടുതൽ ആസ്തിയുള്ളൊരു അമ്പലമാണ്. എന്തുകൊണ്ടൊരു മെഡിക്കൽ നല്ലൊരു ആശുപത്രി ഉണ്ടാകുന്നില്ല? എല്ലാത്തിലും അഴിമതിയല്ലേന്നേ. കുങ്കുമത്തിൽ അഴിമതി, ചന്ദനത്തിൽ അഴിമതി, പായസത്തിൽ, പാൽപ്പായസത്തിൽ, കദളിയിൽ, ശർക്കരയിൽ, എല്ലാത്തിലും അഴിമതിയാണ്. പൈസ എങ്ങനെ അടിച്ചു മാറ്റാം? ഇത് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ഭക്തന്മാർക്കൊരു കപ്പ് ചായ കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് ഭക്തന്മാർക്ക് കൃത്യമായ രീതിയിലിരിക്കാൻ ഈ കൊതുകും മൂട്ടയൊക്കെ കണ്ടിട്ട് ആൾക്കാരിരിക്കുന്ന അവിടെ? അപ്പോൾ ഇതൊക്കെ നമ്മളെപ്പോലുള്ള ആളുകൾ ഇത് കാണുമ്പോൾ നമുക്ക് വേദനിക്കാണ്, നമ്മളങ്ങ് പറയുകയാണ്. കാരണം ഇതിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഇത് കൊണ്ടുനടക്കുന്നത്. അല്ല, ഇതൊന്നും പുറത്തു പറയരുത്, പറയുന്നവനെ എതിരെ കേസെടുക്കുക, അതാണ് നയം. കേസെടുക്കുക. നമ്മളിത് പറഞ്ഞാൽ അപ്പോൾ വർഗീയമായി. അതെ, ഇവർക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം. ഒരു വർഗീയത. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ യാക്കോബായ സഭ അല്ലേ, പിന്നെ ലത്തീൻ കത്തോലിക്കയെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് നിർത്തുകയല്ലേ? എന്നൊരു കാര്യം ചെയ്യും. മതേതരത്വമാണെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ ആളുകളുള്ള സ്ഥലത്ത് ഒരു ലത്തീൻ കത്തോലിക്കക്കാരനെ കൊണ്ടു നിർത്തട്ടെ, അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനെ കൊണ്ടു നിർത്തട്ടെ. അത് ചെയ്യണ്ടോ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇവിടെയൊക്കെ ഇവർക്ക് മതേതരത്വം ഇല്ല. മലപ്പുറത്ത് ഒരു 4 ഹിന്ദു കാൻഡിഡേറ്റിനെ കൊണ്ട് നിർത്താൻ പറ മുസ്ലിം ലീഗിനോട്. ചെയ്യും അവര് എവിടെ ചെയ്യാൻ? അപ്പം ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ വർഗീയവാദി. വളരെ ശക്തമായ, അതിശക്തമായ നിലപാട് എടുത്തേ പറ്റൂ. മനസ്സിലായില്ല? അതിൻ്റെ പേരിൽ മുഖം അല്പം മിനുസം കുറഞ്ഞാലും വിരോധമില്ല, നിലപാടിൽ ഉറച്ചു നിൽക്കണം. ഞാൻ മനസ്സിലാക്കിയത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടിയ ഒരു വ്യക്തിയാണ് താങ്കൾ. കാരണം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ശക്തമായിട്ടുള്ള നിലപാട്,
അത് മാത്രമല്ല കേസ് എടുത്തിട്ടും താങ്കൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. സംശയമില്ല. അല്ലേ? നോക്കൂ, ഈ BJP NDA സ്ഥാനാർത്ഥികൾ പോരടിച്ചത് LDF-നോട് UDF-നോട് മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങളോട് പോരടിച്ചില്ല അല്ലേ? എത്ര മോശമായിട്ടായിരുന്നു പെരുമാറ്റമൊക്കെ, എന്തൊരു അജണ്ടയായിരുന്നു. പക്ഷേ ഈ അജണ്ട ഒക്കെ പൊളിയ. ഞാനൊരു എൻ്റെ വൈഫ് വിളിച്ചു പറഞ്ഞു, വ്യാഴാഴ്ചയാണ് ഭഗവാന്റെ അവിടെ ഒരു കദളിക്കൊല സമർപ്പിക്കണം, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചെയ്യണം. ഓ ശരി, ഭാര്യ പറഞ്ഞാലേ വെച്ചിട്ട് ഞാൻ ഒരു കദളിക്കൊലയായിട്ട് പോവാം. അപ്പോൾ ഒരു മീഡിയ തടഞ്ഞു, ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ എടുക്കണം. ഞാൻ പറഞ്ഞു ഭഗവാന് ഇതൊന്നും കൊണ്ട് വെച്ചിട്ട് ഇൻ്റർവ്യൂ എടുക്കാം. പറ്റില്ല, ഞങ്ങൾക്ക് ഈ കദളിക്കൊലയും കൊണ്ട് പോകുമ്പോൾ ഒരു ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞു ചോദിച്ചോ. അല്ല, ഇത് കൃഷ്ണന് കൊടുക്കാനുള്ള കൈക്കൂലിയാണോ? അത് കദളിക്കൊലേ, ഞാൻ ഈ ഭഗവാന് കദളിക്കൊല വെക്കുമ്പോൾ ഇവർ ചോദിക്കുകയാണ് കൃഷ്ണന് കൊടുക്കാനുള്ള കൈക്കൂലിയാണോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ ഭഗവാന് സമർപ്പിച്ചവനാണ്, മനസ്സിലായില്ലേ? എല്ലാ മാസവും പോയി ശാനപ്രതിഷ്ഠ എടുക്കുന്ന, പിന്നെ ഞാനെന്തിനാ കൈക്കൂലി കൊടുക്കണേ? അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവരുടെ ചോദ്യത്തിനൊരു മറുപടി പറയണം. ഞാൻ പറഞ്ഞു, ഈ കദളിക്കൊല എനിക്ക് മാത്രമേ സമർപ്പിക്കാൻ പറ്റൂ, മറ്റ് 2 സ്ഥാനാർത്ഥികൾക്ക് സമർപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് കൈക്കൂലിയാണല്ലോ എന്ന് നിങ്ങൾ തീരുമാനിച്ചു പറഞ്ഞു. പക്ഷെ അതുണ്ടാക്കിയിട്ടുള്ള ഒരു വൈബുണ്ടല്ലോ. അവരുടെ ചോദ്യവും എൻ്റെ ഉത്തരവും അമേരിക്കയിൽ നിന്ന് എന്നെ വിളിച്ചു ഇത് കേട്ടിട്ട്, ഗോപാലകൃഷ്ണൻ നിങ്ങൾ പറഞ്ഞ മറുപടി കേട്ടു, ഞങ്ങൾക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഇന്ത്യയുടെ നാനാഭാഗത്തും ഓരോ ദിവസവും ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും എനിക്ക് ടെലിഫോൺ കോളായിരുന്നു. അമ്മമാർ, കോട്ടയം, കണ്ണൂർ, കോഴിക്കോട് അമ്മമാർ, എനിക്ക് അത്ഭുതം തോന്നുക. അവർ വിളിച്ചിട്ട് എനിക്ക് മോനെ എങ്ങനെയെങ്കിലും ജയിക്കണം നീ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കായിരുന്നു. അപ്പം അത് കാണുന്നത് നമ്മൾ മർമ്മത്തടിക്കണം. കേരള രാഷ്ട്രീയത്തിൽ മർമ്മത്തടിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം വരേണ്ടിയിരിക്കുന്നു. അത് അതിശക്തമായ. നന്ദി കുറിച്ചു താങ്കൾ, അതും ഗുരുവായൂർ അപ്പൻ്റെ നടയിൽ വെച്ച് തന്നെ അല്ലേ? അതാണ് ഏറ്റവും പ്രധാന. അതായത് ഇനി വരാൻ പോകുന്ന കേരള രാഷ്ട്രീയം വികസനത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. ഇത്രയും കാലം കേരളത്തിലുണ്ടായിരുന്നത് വ്യാജ മതേതര രാഷ്ട്രീയമാണ്, കപട മതേതര. ഈ കപട മതേതരത്വ രാഷ്ട്രീയത്തിൽ നിന്ന് കേരളം വികസനത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് മാറുകയാണ്. ഈ വികസനത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഗുജറാത്തിൽ. ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളത് ഹിന്ദുത്വമാണ്. ഹിന്ദുത്വത്തിനു മാത്രമേ ആശ്ലേഷിക്കാൻ പറ്റൂ, ഉൾക്കൊള്ളാൻ, എല്ലാവരെയും സ്വീകരിക്കാൻ ഹിന്ദുത്വത്തിനെ പറ്റൂ. അതിനൊരു മതമാക്കി എടുക്കരുത്, അതൊരു കൾച്ചറാണ്. നേരത്തെ താങ്കൾ ചോദിച്ചല്ലോ ഹിന്ദു എന്ന് പറഞ്ഞാൽ മതമാണ്, ഒരിക്കലും. അവിടെയാണ് ഇവർ എന്നെ ഭയപ്പെടുത്താൻ, കേസ് കൊടുത്ത് ഭയപ്പെടുത്താനും ഹൈക്കോടതി നടപടിയെടുക്കാനൊക്കെ പറയുമ്പം ഈ ഹിന്ദു എന്നതിന് സുപ്രീം കോടതി കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഹിന്ദു ഇസ് നോട്ട് എ റിലീജൻ, ഹിന്ദു ഇസ് എ കൾച്ചർ. അപ്പം ഞാൻ ഹിന്ദു എന്ന് പറയുന്നത് ആ ഒരു കൾച്ചറിൻ്റെ കൺസെപ്റ്റിലാണ്. അതെങ്ങനെ നിഷേധിക്കാൻ പറ്റുക? പിന്നെ ചരിത്രത്തിൽ ധാരാളം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അനിലേ. ഈ കെ കരുണാകരൻ ഉണ്ടല്ലോ, കെ കരുണാകരൻ തൃശ്ശൂരിൻ്റെ കളക്ടർ ഒരിക്കൽ ഒരു ക്രിസ്ത്യൻ കളക്ടറായി, ക്രിസ്ത്യൻ നാമധാരിയായി. കെ കരുണാകരൻ വിളിച്ചു പറഞ്ഞു, അയാളെ മാറ്റണം, ഒരു ഹിന്ദു കളക്ടറെ തൃശ്ശൂരുണ്ടാവുള്ളൂ, ഒരു ഹിന്ദു കളക്ടർ തൃശ്ശൂരുണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ പത്രക്കാർ ചോദിച്ചത് എന്തിനാണ്? ഗുരുവായൂരപ്പൻ്റെ മണ്ണാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഈ ഹിന്ദു ഈ കളക്ടർക്ക് അവിടെ സ്വാധീനമുണ്ട്. ഈ കളക്ടറിന് അവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ടേ? അതുകൊണ്ട് ഹിന്ദു കളക്ടറെ പറ്റുള്ളൂ. ഒരു ഹിന്ദു കളക്ടർ വേണമെന്ന് കെ കരുണാകരൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ കെ കരുണാകരൻ ഇന്നിപ്പോൾ കെ കരുണാകരൻ അത് പറയാൻ പറ്റുമോ? കരുണാകരൻ്റെ സന്തതി മുരളീധരനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ ഇവർക്കൊന്നും പറയാൻ പറ്റില്ല, കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും പറയാൻ പറ്റില്ല. നമ്മൾ ഉറച്ചു പറയണം, പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ആ നിലപാടിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോയിട്ടില്ല. പിന്നെ ഞാനവിടെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കാര്യമുണ്ട്, ഒരു അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രം ഗുരുവായൂർ. തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് ക്രൈസ്തവ
ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം അതെ പാലയൂര്. അതെ അപ്പുറത്ത് കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശം കൊണ്ട് പുണ്യമായിട്ടുള്ള മണത്തല വിശ്വനാഥ ക്ഷേത്രം. അതിനും അപ്പുറത്ത് ഒന്നാം തരം ബീച്ച്. പൊന്നാനി വിട്ടാൽ എറണാകുളം വരെയുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ച്. ഇത് നാലും കൂടി ഒന്ന് കണക്ട് ചെയ്താൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ, വികസനമുള്ള നമുക്കൊരു ലക്ഷ്യമാണല്ലോ. ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ വിവാഹം കഴിഞ്ഞാൽ ഇവർക്ക് ഇതേപോലത്തെ ഒരു നല്ല ഒരു ബീച്ചും ഇതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയറും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്താൽ ഡെസ്റ്റിനേഷൻ ടൂറിസ്റ്റ് പ്ലേസ് ആക്കി എന്തൊരു സാധ്യതകളാണ് അല്ലേ? എത്ര പേർക്ക് താല്പര്യം ഉണ്ടാവും? എന്തേ ഈ 50 വർഷം ഇവർക്ക് ഇതിലൊന്നും താല്പര്യമില്ലാത്ത? അപ്പോൾ 50 വർഷത്തെ ഗുരുവായൂരിൻ്റെ വികസനത്തെ പുറകോട്ടടിച്ച, ഗുരുവായൂരിനോട് ഒരു താല്പര്യമില്ലാത്ത, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റാരുടെയോ ഹിഡൻ അജണ്ടയിൽ സ്ഥാനാർത്ഥികളായി ഗുരുവായൂർ എന്ന് പറയുന്ന ആ ക്ഷേത്രവും പരിസരവും മാലിന്യ കൂമ്പാരങ്ങളാക്കുന്ന ഒരു താല്പര്യമില്ലാത്ത, വിശുദ്ധി നിലനിർത്തണം. അതിന് വിശുദ്ധിയെ, ആ പാരമ്പര്യത്തെ, ആ മണ്ണിൻ്റെ പാരമ്പര്യത്തെ തകർക്കുന്ന വളരെ ബോധപൂർവമായ ഒരു സമീപനമാണ് നടക്കുന്നത്. ആ സമീപനത്തിനെതിരായിരുന്നു എൻ്റെ നോമിനേഷൻ, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അല്ല, എന്തായാലും വിശ്വാസികളുടെ മനസ്സിലൊരു സ്പാർക്ക് അല്ലേ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അവസാനത്തെ ദിവസം വരെ ഇവരവസാനം എന്നെ ഭീഷണിപ്പെടുത്തിയല്ലോ. ഭീഷണിപ്പെടുത്തി പോലീസ് വന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ ഫ്ലെക്സ് ബോർഡ് കയറ്റി. ഫ്ലെക്സ് ബോർഡുകളൊക്കെ കുറേ സ്ഥലത്ത് നശിപ്പിച്ചില്ല. അത് വേറെ വിഷയം. എൻ്റെ ഫ്ലെക്സ് ബോർഡ് എവിടെയുണ്ടോ അവിടെയൊക്കെ കീറിക്കളയാം. അപ്പോഴാണല്ലോ ചാവക്കാട് സെൻറ്ററിൽ കൊണ്ടുവന്ന് ഞാൻ മറ്റേ ഫ്ലെക്സ് ബോർഡ് വെച്ചത്, ഗുരുവായൂരിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ട്. അതാണല്ലോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അത് എല്ലാ പഞ്ചായത്തിലും വെച്ചു. പിന്നെ നമുക്ക് ഈ പൊളിറ്റിക്കൽ ഹാർവസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. വിളഞ്ഞു നിൽക്കുന്ന ഒരു പാടത്ത് അത് ആ ഹാർവസ്റ്റിന് നമ്മൾ തയ്യാറാവണം. പാടത്തിങ്ങനെ നെല്ല് വിളഞ്ഞു നിൽക്കുമ്പോൾ അത് കൊയ്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നെല്ല് വിളഞ്ഞിട്ട് കാര്യമില്ല. അതെ, പറയേണ്ട സമയത്ത് പറയണ്ടേ അല്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊയ്തെടുക്കാൻ ഉള്ള ഒരു സംഘടനാ മിഷണറിയും കൂടി വേണം. ഗുരുവായൂരിലെ സംഘടനാ മിഷണറി സാധാരണ നിലയ്ക്ക് പോരാ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഞാൻ ശുഭകരമായ ഒരു പ്രതീക്ഷയാണ്, വിപ്ലവകരമായ ഒരു പ്രതീക്ഷയാണ്. ലോകത്തെവിടെയും വിപ്ലവം ഉണ്ടായിട്ടുള്ളത് ഒരു തിരിയിൽ നിന്നാണ്, ഒരു തിരി കത്തിയിൽ നിന്നാണ്. പിന്നെ അങ്ങനത്തെ ഒരു തിരി കത്തിച്ചിട്ടുണ്ട്. അല്ല, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു നിമിത്തം പോലെ വന്നായിരിക്കും അല്ലേ? കൊടുങ്ങല്ലൂർ മത്സരിക്കാൻ അല്ലേ തീരുമാനിച്ച താങ്കൾ അവിടെ ചുവരെഴുത്ത് തുടങ്ങി. പക്ഷേ നോക്കൂ, താങ്കളുടെ നിയോഗം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ മണ്ണിലേക്ക് വരികയാണ്. ഒരുപക്ഷെ ഗുരുവായൂരപ്പൻ വിളിച്ചു വരുത്തതായിരിക്കാം. ഞാൻ പറയും, ഇത് നിങ്ങൾ നോക്കിക്കോ. ഒരു പക്ഷേ ഞാൻ പറയാണ്, താങ്കളുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോവാണ്. എൻ്റെ മനസ്സ് പറയുന്നു. അനിലിൻ്റെ മനസ്സ് തന്നെയാണ് പലരുടെയും പറയുന്നത്. എൻ്റെ മനസ്സും അങ്ങനെയാണ്. കാരണം കൊടുങ്ങല്ലൂരിൽ പോയി 2 മാസം നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഗുരുവായൂർക്ക് വരുമ്പം ഇത് ഗുരുവായൂരപ്പൻ വിളിച്ചുകൊണ്ടുവന്ന, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയി ഞാൻ വോട്ട് ചോദിച്ച് തിരിച്ചു വരുമ്പം എൻ്റെ നാവിൽ ഈ ഹിന്ദു MLA എന്നുള്ളത് ഗുരുവായൂരപ്പൻ കൊണ്ടുവരുന്നതാണ്. എൻ്റെ അന്നു മുതൽ തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് ദിവസം വരെയുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഞാൻ സത്യം പറയാം, ഞാൻ മനസ്സുകൊണ്ട് വിശ്വസിക്കുകയാണ് അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റും എനിക്ക് പുറകോട്ടെടുക്കേണ്ടി വന്നിട്ടില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റും എനിക്ക് കുഴപ്പമുണ്ടാക്കില്ല. എന്നെ എതിർക്കുന്നവരുണ്ടാവാം, കംസന്മാർ ധാരാളം ഉണ്ടാവും. പിന്നെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതൊരു നിയോഗമാണ്, അല്ലെങ്കിൽ ഒരു നിയതിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയൊക്കെ ഭഗവാൻ വിട്ടുകൊടുത്തു, ഞാൻ അത്രയേ ഉള്ളൂ. എടുത്തു പറയാൻ പറ്റുന്ന ഒരു അനുഭവം തന്നെ ആണ്. ഞാൻ നിരവധി ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട്. ഇത്രയും സന്തോഷകരമായ അനുഭൂതിയോടെ എന്തോ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ജയിക്കുക തോക്കുക അത് വേറെ വിഷയം. പക്ഷേ ഈ ഹിന്ദു സമൂഹത്തിന്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെയോ കൊടുക്കാനും എന്തൊക്കെയോ ചെയ്യാനും കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക്, ഒരു സന്തോഷം, നമ്മളൊരു സംതൃപ്തി. തെരഞ്ഞെടുപ്പിൽ എന്ത് ഫലം വന്നാലും എന്നോട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡർഷിപ്പിലെ ഒരു ടോപ്പ് ലീഡർഷിപ്പിൽ ഒരാൾ പറഞ്ഞു,
ഗോപാലകൃഷ്ണൻ, ഒന്നുകിൽ താങ്കൾ ജയിക്കും, ആ അല്ലെങ്കിൽ ഇനി മുതൽ ഇടതും വലതും ആ ഒരു ഹിന്ദുവിനെ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥിയാക്കുക. ആ ഇതാണ് മാറ്റം അങ്ങനെങ്കിലും മാറ്റം അങ്ങനെ ഉണ്ടാവും അതെ ആ എന്ന് പറഞ്ഞു. അത് ഞാൻ വളരെ ഗൗരവമായിട്ടാണ് അതിനെ കാണുന്നത്. ശരിയാണ്. അപ്പം വളരെ സംതൃപ്തിയോടെയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. യാതൊരു എന്താ പറയുക വൈഷമ്യവും ഇല്ലാതെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, എന്നാൽ അവസാന സമയം വരെ ഡാൻസും പാട്ടും ചിന്തയും അയ്യോ എല്ലാം കൊണ്ട്. കേവലം ഡാൻസ് മാത്രമല്ലല്ലോ, അതെ ഞാൻ മുന്നോട്ട് വെച്ച ആശയം, ആ ആശയത്തിനൊപ്പമാണ് അതെ എൻ്റെ ഡാൻസും എൻ്റെ പാട്ടും എല്ലാം. അതെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വൈബുണ്ടാക്കാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന സാധിച്ചു. താങ്കൾക്ക് അതിൽ അഭിമാനിക്കാം. ഒറ്റ കാര്യം കൂടി, BJP സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയാണ്. എങ്ങനെയുണ്ട് പൊതുവിൽ ഒരു വിലയിരുത്തൽ? BJP കുതിച്ചു കയറും ഈ തെരഞ്ഞെടുപ്പിൽ. ഇനി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഇന്നലെ വരെ ഉണ്ടായിരുന്ന കപട മതേതരത്വ വ്യാജ രാഷ്ട്രീയത്തിനപ്പുറത്തൊരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അരങ്ങേറ്റം, അത് വികസനത്തിലൂന്നിയ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അരങ്ങേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അത് ഗുരുവായൂരിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ശുഭകരമായ ഒരു മുന്നേറ്റം അതുണ്ടാവും. ഓക്കെ, അപ്പം വളരെയധികം നന്ദി. പ്രത്യേകിച്ച് താങ്കളുടെ ഈ വളരെ സക്രിയമായിട്ടുള്ള ഇടപെടലിലൂടെ ഓരോ ചുവടുവയ്പ്പിലൂടെയും വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിന് പ്രത്യേകം ഒരു വിശ്വാസി എന്ന നിലയിൽ പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി ഇത്രയും നേരം ജനം എടുത്ത ഈ ഇൻ്റർവ്യൂവിലും എനിക്ക് പറയാനുള്ളത് ജനങ്ങളുടെ മുമ്പാകെ പറയാൻ അവസരം തന്നതിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അനിൽ, നമസ്കാരം. നന്ദി.